ഹായ്, ഞാൻ മറ്റൊരു വീഡിയോയുമായാണ് വന്നേക്കുന്നത്. അത് ഒരു ഇലയുടെയാണ് കേട്ടോ. ഇലയുടെയെന്ന് കേൾക്കുമ്പോൾ എല്ലാവരും നല്ല മധുരമുള്ള ഇലയുടെയാണ്. ഒരിക്കലും അല്ല, നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ഇലയുടെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ ഗോതമ്പ് പൊടിയും മൈദയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ കുഴച്ച് വെച്ചേക്കുന്നതാണ്. ഇതിൻ്റെ അളവെന്ന് വെച്ചാൽ 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1/2 കപ്പ് മൈദ എന്ന അളവിലാണ് ഞാൻ ഇതാക്കി റെഡിയാക്കി വെച്ചേക്കുന്നത്. അത് തൽക്കാലം ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി ഇതിന് വേണ്ട മസാലക്കൂട്ട് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇത് കണ്ടില്ലേ, ചിക്കനാണ്. ചിക്കൻ ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് വേവിച്ച് സെറ്റാക്കി വെച്ചേക്കുന്നതാണ്. കൂടാതെ നമുക്കത് ഇതിനകത്ത് ചേർക്കാനുള്ളതെന്ന് വെച്ചാൽ വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, ക്യാപ്സിക്കം, 2-3 പച്ചമുളക് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയുമാണ്. കൂടാതെ നട്സായിട്ട് ഈ കശുവണ്ടിയാണ് എടുത്തേക്കുന്നത്. പിന്നെ അതിൽ നമുക്ക് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ചേർക്കാനായിട്ട് ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ സ്വന്തം ഉപ്പ്, കൂടാതെ കറിവേപ്പിലയും മല്ലിയിലയും, പിന്നെ അതിനോടൊപ്പം തന്നെ ഇത്തിരി ഗരം മസാല എടുത്ത് വെച്ചിട്ടില്ല, അതിനകത്ത് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്കിതൊന്ന് തയ്യാറാക്കി നോക്കിയാലോ. കൂടാതെ നമുക്ക് മെയിനായിട്ട് ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ വാഴയിലാണ് എടുത്തേക്കുന്നത്. അപ്പം നമുക്ക് അതിലോട്ട് പോയാലോ. ഓക്കെ, നോക്കാം കേട്ടോ. അപ്പോൾ ഇതേ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് അത്യാവശ്യം ഒന്ന് ചൂടാകട്ടെ. അപ്പം ഞാനൊരു കാര്യം പറയാൻ മറന്നു, വെളിച്ചെണ്ണ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് വെളിച്ചെണ്ണയാണ്. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായി ചൂടാകട്ടെ കേട്ടോ. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാമേ. കടുകിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. കടുക് ഇട്ട് കൊടുക്കാം. നമ്മളെല്ലാം ഒത്ത് പറയുമ്പോഴത്തേക്കും കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി ഇട്ട് ഇതൊന്ന് പാകമായി വരട്ടെ. ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. കൂടാതെ തന്നെ ഈ തക്കാളിയും പച്ചമുളകും എല്ലാം ഇട്ട് കൊടുക്കാമേ. ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നല്ലതുപോലെ നമുക്ക് ഇത് ഇത്രയും നല്ലതുപോലെ ഇളകി വന്നിട്ട് നല്ലതുപോലെ ഇളക്കി എടുക്കണേ. ഇളക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഒരല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലോണം വഴറ്റട്ടെ. അപ്പോൾ ഇത് നല്ല രീതിയിൽ പാകമായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഈ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കനൊന്ന് ചതച്ചെടുക്കാം. നമുക്ക് ഈ ചതച്ച് വെച്ച ചിക്കൻ ഇല്ലേ, കണ്ടില്ലേ, ഈ ചിക്കൻ നമുക്ക് ഇട്ട് കൊടുക്കാം. കൂടാതെ മുളക് പൊടി 3 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1.5 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി. ഇത് ഇത്രയിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് നമുക്കൊരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കൂടാതെ നമ്മൾ ഒരുപാട് തേങ്ങ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഇത്രയും ഇട്ട് നമ്മുടെ മസാലക്കൂട്ട് തയ്യാറായിട്ടുണ്ട്. ഇത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഇത് തന്നെയാണ് പാകം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഒരല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന കറിവേപ്പില അതും കൂടി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇതിലെ പാകമായിട്ടുണ്ട്. ഇനി കൂടുതലൊന്നും ചെയ്യാനില്ല. ഇത് കറക്റ്റ് പാകമായിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഈ മസാലക്കൂട്ടിൻ്റെ പാകം. നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. അതേ മാവ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്കൊന്ന് പരത്തിയെടുക്കേ. ഈ മസാലക്കൂട്ട് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്കിതൊന്ന് നടക്കാം. ഇതേപോലെ മറ്റുള്ളതും നമുക്ക് അങ്ങനെ ആക്കിയെടുക്കേ. ഒരു പാത്രത്തിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇതാക്കാം.
കണ്ടില്ലേ വെച്ച് കൊടുക്കാം. ഇതൊന്ന് ആവി കയറട്ടെ കേട്ടോ. അടച്ചു കൊടുക്കാം. ഇത് ഇലയുടെ തയ്യാറായിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, കട്ട് ചെയ്ത് കാണിക്കേ, നല്ല രീതിയിലായിട്ടുണ്ട്. ഇതാണ് റെസിപ്പി. കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. ബൈ.